ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചീമ നെല്ലിക്ക, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ അരിനെല്ലിക്ക എന്ന് പറയും. അപ്പോൾ ചീമ നെല്ലിക്ക നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാറിടാം. നല്ല വിളഞ്ഞ് പഴുക്കാറായതാണിത്. ഇപ്പോൾ തന്നെ ഞാൻ മരത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. കണ്ടോ, നല്ല വിളഞ്ഞതാണിത്. അപ്പോൾ നമുക്ക് അച്ചാറിടാം. അച്ചാറിന് നമുക്ക് വേണ്ടത് ഇത് പുഴുങ്ങിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ആദ്യം ഇത് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിടാം. ഞാനൊരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിന്റെ തട്ട് നമ്മൾ വെച്ച് അതിന്റെ മേലെ നമ്മൾ ചീമനെല്ലിക്ക ഇടണം. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെന്ത് പോകണ്ട. ഇനി നമുക്കിത് മൂടി വെക്കാം. ചീമനെല്ലിക്ക നന്നായിട്ട് വെന്തു ഉണ്ടോ? നമുക്ക് വെന്തോന്ന് നോക്കാം. ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും തന്നെ അലിഞ്ഞു വരും. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്ത ചീമനെല്ലിക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടാം. 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, ഇത്രയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉലുവായും കടുകും കൂടെ വറുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കടുകും ഉലുവായും മൂത്ത് വന്നിട്ടുണ്ട്. കേട്ടോ, നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് കടുകും ഉലുവായും കൂടെ പൊടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഞാനിപ്പോൾ കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചീമനെല്ലിക്ക അച്ചാറിടാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നന്നായിട്ട് തന്നെ ഫ്ലെയിം നമുക്ക് കുറച്ച് വയ്ക്കണം. ഇല്ലെങ്കിൽ ഇനി ഇടുന്ന മുളക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിന് മുളക് പൊടി ഞാൻ ഇടുന്നത് 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെല്ലിക്ക, ചീമനെല്ലിക്ക പുഴുങ്ങിയിട്ടിടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. അത് എന്താണ് ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ സ്പൂൺ കായപ്പൊടി ഞാനിട്ടു. ഈ സ്പൂണിന് മുക്കാൽ സ്പൂൺ കായപ്പൊടിയാണ് ഇട്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഉലുവായും കടുകും കൂടെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് ഇതിനകത്ത് എണ്ണ കൂടുതൽ ഒഴിക്കാവുന്നതാണ്. ഞാൻ നല്ലെണ്ണ 3 സ്പൂൺ നല്ലെണ്ണ നന്നായിട്ട് നല്ലതുപോലെ 3 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്.
നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഇനി എണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. വളരെ ഈസിയാണ് ചീമനെല്ലിക്ക അച്ചാറിടാനായിട്ട്. ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അല്പം ചൂടായാൽ മതി. അല്പം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ചീമനെല്ലിക്ക അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇഷ്ടംപോലെ ചീമനെല്ലിക്ക കിട്ടും. അതെടുത്ത് ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അച്ചാറിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഈ സ്റ്റാർ നെല്ലിക്ക നല്ലൊരു ആൻറ്റി ഇംപ്ലമെൻ്ററിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാവുന്ന നല്ല ഒരു നെല്ലിക്കയാണ് ഈ സ്റ്റാർ നെല്ലിക്ക അല്ലെങ്കിൽ ചീമനെല്ലിക്ക. നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ കൂടിയാണ് ഈ നെല്ലിക്ക. അച്ചാർ തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് ഭരണികളിൽ നമുക്ക് അച്ചാർ സൂക്ഷിക്കാവുന്നതാണ്. വെള്ളം ഒട്ടും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് കുറേ നാൾ വെച്ചിരുന്ന് തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ്. മരം നിറയെ നിൽക്കുന്ന നമ്മുടെ ഈ ചീമനെല്ലിക്ക കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് വിശപ്പുണ്ടാകാൻ നല്ലതാണ് ഇത് കഴിക്കുന്നത്. വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി വളരാനും നല്ലതാണ്, കണ്ണുകൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് പലതരത്തിൽ ഇത് കഴിക്കാം. ജ്യൂസ് തയ്യാറാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഉപ്പിലിട്ട് കഴിക്കാം. ഉപ്പും മുളകും കൂടെ തിരുമ്മി വെച്ചിരുന്നാൽ അതെടുത്ത് കഴിക്കാം, നല്ലതാണ്.